കാപ്പിട് അറിയോ ചോറോ ചോറിടോ ചൂടാക്കുന്ന ഇത് കൊള്ളാണപ്പോ കൊള്ളാച്ചാ എന്നാ അദ്ദേഹം തിളച്ച കളയാനാണോ അപ്പ ആണോ ആണോ നമുക്ക് നാടാടിയേ സ്കൂളിൽ പോയിട്ട് വരുമ്പോ നമുക്ക് ഈ പാലില്ലേ പാല് വെച്ചിട്ട് ചായ ഈ ശനിയാഴ്ച നമുക്ക് വിശപ്പ് കൂടി കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താണ്. മനസ്സിലാക്കുക. വിശപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് എനിക്ക് കയറി കഴിഞ്ഞാൽ എനിക്ക് വട്ടഞ്ചി പ്രാന്ത് പിടിക്കും. അല്ലെങ്കിൽ ഇല്ലെന്നാണോ പറയുന്നത്? കുറച്ചുണ്ട് കൂടുമെന്നാ പറഞ്ഞ ഉള്ള സാധനം കൂടും. ശ്യാമളമ്മയോട് പോയി കുളിക തന്നെ പറ. എനിക്ക് ഭ്രാന്ത് എടുക്കുന്നതിന് അമ്മ കുളി വെച്ച് കഴിയുള്ളൂ. അമ്മ വണ്ട് കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഭ്രാന്ത് എടുത്തില്ലായിരുന്നു. അയ്യോ എനിക്ക് വയ്യ. എന്റെ പൊന്നെ ഞാൻ കിഴങ്ങ് എന്തെങ്കിലും ഉണ്ടാക്കാം. കൊച്ചിന് അനക്കം പോലും ഇല്ല. എന്ത് ചെയ്യാ? അതവിടെ ടി വി വെച്ചോണ്ടിരിക്കുക. എങ്ങനെയുണ്ട് ശാമ്പു നമ്മുടെ പുതിയ സെറ്റപ്പ്? ഇങ്ങനെ പുതിയ സെറ്റപ്പ് എങ്ങനെയുണ്ട്? പാല് കാച്ചണോന്ന് എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളി. എന്തുവാ? ഓക്കെ ഓക്കെ. ഗ്യാസ് ഇങ്ങോട്ടാക്കി. ശ്യാമളമ്മയുടെ ഗ്യാസ് മറ്റാണോ ഇപ്പൊ എന്തെങ്കിലും കൊണ്ടിരുന്നേ? ഇത് അങ്ങോട്ട് ആക്കാനോ? ഒരു കണക്കിന് നല്ലത്. അല്ലെ നമ്മൾ ഒരു തവണയല്ലേ വെക്കുന്നുള്ളൂ. നമ്മൾ പിന്നെ രാത്രി ഇറങ്ങുന്നൊന്നുമില്ലല്ലോ അങ്ങോട്ട് സാധനം ഉണ്ടാക്കാനൊന്നും. ശാംഭവി എപ്പടി നമ്മളെ പുതിയ അടുക്കള എന്നിട്ട് ഇവിടെ വെക്കണം. ചായ എവിടെ ഉണ്ടാക്കണം? അവിടെ ഉണ്ടാക്കാം അല്ലേ? ആ വീട്ടിലുണ്ടാക്കണോ ചായ? അത് ഇവിടെ ഉണ്ടാക്കണോ? ജയമേടെ അടുക്കള ഏതാ? ഇപ്പൊ ഇത് ആരുടെ അടുക്കളയാ? ഇത് ആരുടെ അടുക്കളയാ? ശ്യാമളമ്മ ആപ്പ ഇവിടെ ഒന്ന് ഫോൺ ചെയ്യുന്നല്ലേ ഉള്ളൂ. നീ ശ്യാമളമ്മ പുറമ്പോക്കോ? ശ്യാമളമ്മ കേക്കരുത് കേട്ടോ. എന്നാ അത് മതി ശ്യാമളമ്മയ്ക്ക് കരയാൻ. അയ്യോ കണ്ടോ വെളിയിലത്തെ അടുക്കള. എനിക്കാന്നോ ശാംഭവി പറഞ്ഞു. ഗൂഗിൾ എപ്പോ പറഞ്ഞു?
ശാംഭവി ലാ. ലാംബോ അപ്പൊ ഗൂഗിൾ പറഞ്ഞു അതുകൊണ്ടല്ലേ. എന്നിട്ട് പപ്പടം കൊടുക്കണ്ടേ? പപ്പടം ആ ഇല്ല, പപ്പടം തീർന്നു. അമ്മ. ഇച്ചിരി ചമ്മന്തിപ്പൊടി കൂടി ഇടാം. എന്നിട്ട് വാ വന്നേ, വാ. देखो देखो എന്നാ കുട്ടിയൊക്കെ ഞങ്ങൾ എവിടെയൊക്കെ പമ്മി വെച്ച്. അങ്ങനുണ്ട്. ഇനിയിപ്പോ അവിടെ ഒന്നുമില്ല, ഗ്യാസ് ഒന്നും. എല്ലാ സെറ്റപ്പും ഇനി ഇവിടെ. ഇതാണല്ലോ. ഇത് ഏത് ഗ്യാസാന്ന് നമുക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇപ്പൊ പുതിയൊരു പിന്നെ അരിച്ചിലാണല്ലോ. വല്ലവനും അല്ല വല്ലഭനും പുല്ലായതോ അങ്ങനല്ലേ? മണം അടിച്ചിട്ട് അവർക്ക് ചോറിനാഞ്ഞിട്ടൊക്കെ എരിവുണ്ടോ? അരപ്പ് കുറച്ച് കൊടുത്താൽ മതി. എന്നാ കഷ്ടം. അവളത് കഴിച്ചോളും, ചോറിനകത്ത് ആകുമ്പോൾ കുഴപ്പമില്ല. അവിടെ പോയിരുന്നു. ഇവിടെ അവിടെ ഇരുന്നു. അല്ല വീട്ടിൽ പോയി വീട്ടിൽ പോവാം. ഞാനെല്ലാം വീട്ടിൽ ഞാൻ പോവാം. എനിക്ക് ഈ വെയില് മുഖത്തോട്ട് അടിച്ചിട്ട് ആപ്പാടൊരു വിമ്മിഷ്ടം. ചെല്ലേ നമുക്ക് ഞാനും വരും വീട്ടോട്ട്. ബാ ചെല്ലിറങ്ങാം. നീ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാവേ. അവക്കൂടെ കൊടുത്താൽ മതി. ഞാൻ ഉണ്ട്. ഒച്ച കേട്ടല്ലോ, നീ എന്നെ കാണിക്കുവായിരുന്നു. വെള്ളം ഇങ്ങോട്ട് പോകും. അടിപൊളി. അതാ ചെയ്തേ. സൂപ്പർ നേരിട്ടോ എന്നാ ഇതുപോലെ ഏതെങ്കിലും സ്ത്രീകളുടെ പേരെടുത്ത് ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിലുള്ള സകല സ്ത്രീകളും അടിസ്ഥാനപരമായ തൊഴിലാളികളെ എല്ലാ സ്ത്രീകളും ഇത് രാവിലെ തുടങ്ങുന്ന ആരെയാ നിർത്തേക്കത്? നീ മേലെ ഇങ്ങോട്ട് വന്നേക്കരുത്. ആരാ? കുട്ടികളോടായിരിക്കും അല്ല ആരോട് പറയാനാ. മാറിക്കോ. എന്നാടി എന്നാ എന്നാ വേറെ ആയിരിക്കും. ഇനി അവര് വരുമ്പോഴത്തേനും സാധനമില്ല. അവര് എന്റെ പൊന്നോ, നിന്റെയൊക്കെ ഓരോ കാര്യം. ചേച്ചി എത്രണ്ണം വേണം മേടിച്ചു കൊടുക്കും, അത് വേറെ വിഷയം. സ്വർണ്ണം മേടിച്ചു കൊടുക്കും. അതെ, അന്നേരം ഇത് വിചാരിച്ചേ നിനക്കല്ലേ മേടിച്ചു തരത്തില്ലാത്തത്. സ്പൂണ് സ്നേഹം കൊണ്ട് എന്ത് മേടിച്ചു കൊടുക്കും. ചോദിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് മറ്റേ ഇത് കിട്ടിയാൽ മതി, മാസപ്പടി. ചേച്ചിടൊക്കെ ഒരു 10 വയസ്സ് കുറവാണെങ്കിൽ ഒരു 56 വയസ്സുള്ള അവരിപ്പോ ഒരു 56 വയസ്സ് ഇപ്പൊ ഒരു ചെറുപ്പം അല്ലേടി.
പിന്നെ 56 വയസ്സ് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാരിയാ. ജയച്ചാച്ചനെ സംബന്ധിച്ച് ശ്യാമളൊക്കെ ഉള്ള ക്ലാസ് ഒന്നുമില്ല. ഇവിടെ ഊള ക്ലാസ് ഉണ്ട് തരാം. പിന്നെ ഇവിടെ എല്ലാ സെറ്റപ്പ് ഉണ്ട്. ബാക്കി ശ്യാമ ആർക്കാ? ശ്യാമ കുടിക്കാം. കുഞ്ഞല്ലേ ശ്യാമ എന്റെ ചെറുതാ, കൊച്ചു കുറച്ചുള്ളൂ. കുടിക്കാൻ ഇനി പറഞ്ഞല്ലോ. ഇവിടെ വന്ന് എടുത്തോണ്ട് പോട്ടെ വേണ്ടവര്. ഇതുങ്ങൾ ചുമ്മാ നിൽക്കാതെ കാണിക്കണ്ട. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ പറഞ്ഞേ. അറിയോ, നാലാളിക്ക് ഇതുപോലത്തെ ഷൂ മേടിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാനാവുന്ന പറഞ്ഞല്ലേ ഇവര്. പിന്നെ ഞാൻ ഒരുപാട് അക്കൗണ്ട് അതെ ഞാൻ ഇതൊക്കെ പഠിച്ചേ. പോയടി വീട്ടിൽ പോടി. വെള്ളോ വെള്ളം കുടിക്കാൻ. റേഷൻ കട പോവല്ലേ? എന്നാ 100 രൂപ ഇട്ടാക്കാം. ഒരു ബുക്ക് കൂടെ മേടിച്ചോ. എന്നാ 2 എണ്ണം? അയ്യോ എന്റെ തല ഇറങ്ങുന്നു. അത് സാരമില്ല. ഇനി നാളെ പോയടിയെന്ന്. നീ അവിടെ കിടന്ന് വലിയ പണികാരി കളിക്കുകയും ചെയ്യും. നിന്റെ ഉടുപ്പ് എന്നാ നോക്കാനാ? എന്നാ പറ്റി? നനഞ്ഞോ? കൊണ്ട് കേസ് കൊടു അവിടെ. അത് സാരമില്ല. ഈ വേനൽക്കാലം അല്ലേ, നല്ല സുഖമായിരിക്കും, തണുപ്പല്ലേ. കുളിക്കണ്ട. എൻ്റെ നമ്പറുകൾ ഓടിക്കാം. ഇപ്പോൾ ഈ ചെയ്തേക്കുന്ന പോലെ ഈ ഫ്രിഡ്ജിൻ്റെ പെട്ടി കൊണ്ട് ഇവിടെ ഫുള്ളങ്ങ് ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. അപ്പോൾ ഇത് കൂട്ടി ഈ ബോഡി നമ്മൾ മറ്റേ പൊട്ടിച്ച പെട്ടിയല്ല, അല്ലാതെ ഈ തകിട് സഹിതമുള്ള ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യം സ്ട്രോങ്ങാണ് സംഭവം. അതിനകത്ത് അതിൻ്റെ മണ്ട കയറി ഒരാൾ ഇരുന്നാളോ അല്ല 2 പേരിരുന്നാലൊന്നും അത് പോകത്തില്ല, അത്രയും ബലമുണ്ടായിന്. അപ്പോൾ അത് കൂട്ടി ഇങ്ങനെ മേളി വരെ വെച്ച് ഇങ്ങനെ ഫുള്ളൊന്ന് മറച്ചെടുത്തിട്ട് ചെറിയൊരു അടുക്കള പോലെ ഒരു സംഭവം ഇവിടെ ഫുള്ളായിട്ട് അങ്ങ് ഫിറ്റ് ചെയ്താലോ എന്ന് ചെറിയൊരു പ്ലാനുണ്ട്. അതാണെങ്കിൽ ഈ ഫ്രിഡ്ജ് പെട്ടി മേടിച്ച് ഒരു 100 എണ്ണം വേണ്ടി വരും, ഏകദേശം കണക്ക് കൂട്ടിയിട്ട് 100 എണ്ണം മേടിച്ച് അങ്ങ് ചെയ്താലോ എന്നൊരു ചെറിയ ആലോചന ഉണ്ട്. അതല്ലാതെ വലിയ രീതിയിലുള്ള സെറ്റപ്പൊന്നും നിലവിൽ നടക്കുന്നതായിട്ട് ഒരു സൂചന ഇല്ല. നോക്കാം. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിരിക്കും. സംഭവം സേഫാണ്, നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ നമ്മളപ്പം വേറെ അഡീഷണൽ ആയിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയാൽ മതി. ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് എപ്പോഴേലും സമയം പോലെ ഇത് മൊത്തം അടച്ച് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ച് അടച്ചേ ഇത് പുറമേ കാണത്തില്ലാത്ത പോലെ ആക്കി ഒരു ട്രോയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ട്. അപ്പോഴത്തേനും ഫുള്ള് സാധാരണ വീട് പോലെ തന്നെ ഇതിനകത്ത് മൊത്തം ഫ്രിഡ്ജ് പെട്ടിയാണെന്ന് പുറമേ അറിയത്തില്ലാത്ത പോലെ ഒന്ന് സെറ്റാക്കണമെന്നുണ്ട്. ഒരു പ്ലാനൊക്കെ ഉണ്ട് മനസ്സിൽ, അതെങ്ങനെ ആയിത്തീരും എന്നറിയില്ല. അതിനുവേണ്ടി 100 എണ്ണവും നമ്മൾ വിലയ്ക്ക് മേടിക്കണം, എന്നിട്ട് വേണം അത് ചെയ്യാൻ. പക്ഷെ ഒരു വീട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഭവം ഉപയോഗിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ചിലവ് കുറവായിരിക്കും. മാത്രമല്ല ഇതിനകത്ത് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റി വെക്കാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയുന്ന ട്രോയോ ഒരു സൂട്ട് കേസ് പോലെ ഒരു അലമാരി പോലെയൊക്കെയുള്ള സംഭവം കിട്ടും. അത് ഭയങ്കര ഒരു ഗുണമായിരിക്കും. ഒരുപാട് സാധനങ്ങൾ നമുക്ക് അതിനകത്ത് സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റും. അതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും വലിയ പ്രശ്നം കാണത്തില്ല, വലിയ വൃത്തികേടൊന്നുമില്ല. ചെറിയൊരു ഗ്യാപ്പ് പോലെ വരും, ഒരു ഹോൾ പോലെ ചില സ്ഥലങ്ങളിൽ വരുമെന്നുള്ളൂ. എന്നാലും അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഇരിക്കും. അത് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യണം, എന്നാലും നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലത്തെ ആണെങ്കിൽ അത് നടക്കത്തില്ല. ഇത് പൊട്ടിച്ചിട്ടുള്ള ആയതുകൊണ്ട് ഇനി വലിയ ബലമൊന്നും താങ്ങാനുള്ളൊരു സെറ്റപ്പില്ല. പക്ഷെ മറ്റേതങ്ങനല്ല, ഇങ്ങനെ ഫുള്ളായിട്ടിരുമ്പോൾ നല്ല ബലം ഉണ്ടാവും. ഞാൻ വേണ്ടെന്നാ റേഷൻ കട തുറന്നിട്ടില്ലെന്ന്, അതുകൊണ്ട് ഇപ്പം മാവേലി കയറിട്ടില്ല. ഊഞ്ഞാലോ? നീ കുറേ വർഷമായി ഊഞ്ഞാലാടിയിട്ട്?
തുറന്നിട്ടില്ലെന്ന്. ഇന്നെന്തോ കണക്കെടുപ്പ് എങ്ങാണ്ടാണ്. എവിടെയായി? എന്നാ വിഷയം എന്നാ? എവിടെ പോയാ? മുണ്ടക്കത്ത് എവിടെ? ഏത് കട? ഏത് കട? പോയടി ആ വലിയ കാര്യമായി. മതി. ഒന്ന് വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. പോയി നോക്കാം. വാ, നീ നാരായണിയൊന്നും വിളിക്കണ്ട, അവളൊന്നും വരത്തില്ല. നീ വേണേ വാ. ഇല്ല ഡി ബാടി. നാരായണിയെ വിളിക്കാൻ പോയി നിൽക്കുക. നീ ഞാൻ പറഞ്ഞുതരാം എന്നോട് വരാൻ. നീ എന്നിട്ട് എന്നാ അത്? ആ ഇവിടെ വെക്ക്. അരി മാത്രം ഇവിടെ വെച്ചാൽ മതി കേട്ടോ. അരി ഇല്ലല്ലോ അല്ലേ? എന്നാ എനിക്ക് നാളെ രാവിലെ ഇറങ്ങത്തേ ഉള്ളായിരുന്നു. കൊച്ചിന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇത് പൊടി പൊടി. അയ്യോ പൊട്ടിയല്ലോ.